മുരിങ്ങയ്ക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ സി എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ മുരിങ്ങയ്ക്കായ. അപ്പം ഞങ്ങളുടെ വീട്ടില് നിറയെ മുരിങ്ങയ്ക്കുണ്ട്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്കയുടെ ഉള്ളിലെ മാംസളമായ ഭാഗം മാത്രം ചീകിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് ഈ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയ്ക്കയുടെ മാംസള ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഒന്നും കൂടി ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇത് ഒരുപാടങ്ങ് വേവിക്കണ്ട കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നാൽ മതി. ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇളക്കിയ ശേഷം നമുക്ക് വാങ്ങാം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മുട്ട ചേർത്ത് ചിക്കി പൊരിച്ചെടുക്കാം. പോഷക സമൃദ്ധമായ മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.